ഇൻവെസ്റ്റ്മെന്റ് സീരീസിന്റെ 4ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കിപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റും ഗോൾഡും എന്താണെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ഈ കംപ്ലീറ്റ് വീഡിയോ സീരീസിന്റെ പ്ലേലിസ്റ്റ് ഞാൻ ഐ ബട്ടണിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ മലയാളികളെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് കരുതുന്ന ചിട്ടി അതല്ല, ചിറ്റ് ഫണ്ട് അല്ലെങ്കിൽ കുറിയെ പറ്റിയിട്ടാണ്. സത്യത്തിൽ എന്താണ് ഈ ചിട്ടി? ചിട്ടി ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണോ അതോ ഒരു ലോണാണോ? പിന്നെ എന്തൊക്കെയാണ് ചിട്ടിയുടെ ഗുണങ്ങൾ, ദോഷങ്ങൾ, അങ്ങനെ കുറേ സംശയങ്ങളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു ഉത്തരമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇറ്റ്സ് മീ ദോഷം. വെൽക്കം ടു അനദർ വീഡിയോ. ആദ്യം തന്നെ എന്താണ് ഒരു ചിട്ടി? സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് ലോണാണ് ഒരു ചിട്ടി. നമുക്കിതിനൊരു വർക്കിംഗ് നോക്കാം. 10 പേര് ചേർന്നിട്ട് ഒരു ചിട്ടി ചേർന്നു. മാസം 1000 രൂപ വെച്ച് 10 മാസം, അതായത് 10000 രൂപയുടെ ഒരു ചിട്ടി. അങ്ങനെ ആദ്യത്തെ മാസം എല്ലാവരും പൈസ അടച്ചു. അങ്ങനെ ചിട്ടി കമ്പനിക്ക് ഒരു 10000 രൂപ കിട്ടി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എക്കും ബിക്കും ഒരു എമർജൻസി വന്നു. അവർക്ക് പൈസ അത്യാവശ്യമായിട്ട് വേണം. അപ്പോൾ അവർ വിചാരിച്ചു ചിട്ടി വിളിക്കാമെന്ന്. പക്ഷെ ആർക്ക് കൊടുക്കും? ഇവിടെ നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആരാണ് കുറച്ച് വിളിക്കുന്നത് അയാൾക്ക് നമ്മൾ കൊടുക്കുക. എക്സാമ്പിളായിട്ട് എ ഒരു 9000 രൂപ ചോദിച്ചു, ബി ഒരു 8000 രൂപ ചോദിച്ചെങ്കിൽ ചിട്ടി കമ്പനി ബിക്കാണ് ആ പൈസ കൊടുക്കുക. പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും കുറച്ച് വിളിക്കാൻ പറ്റില്ല. നമ്മുടെ ചിട്ടിയുടെ മിനിമം 30% കുറച്ച്, അതായത് 7000 രൂപയുടെ താഴോട്ട് മാത്രമേ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ. ഇവിടെ എക്കും ബിക്കും പൈസ അത്യാവശ്യമായ കാരണം രണ്ടുപേരും പറഞ്ഞു 2 പേർക്കും 7000 രൂപ വേണമെന്ന്. അപ്പോൾ കമ്പനി എന്ത് ചെയ്തു? ഒരു നറുക്കെടുത്തു. അങ്ങനെ എക്ക് 7000 രൂപ കിട്ടി. അപ്പോൾ കമ്പനിക്കൊരു പേടി, ഈ 7000 രൂപ കൊണ്ടിട്ട് എ മുങ്ങോന്ന്. അപ്പോൾ കമ്പനി എന്ത് ചെയ്തു? എയുടെ കയ്യിൽ നിന്ന് 7000 രൂപയ്ക്കുള്ള കൊളക്ടർ വാങ്ങി വെച്ചു. അങ്ങനെ കമ്പനി നോക്കിയപ്പോൾ കയ്യിൽ 3000 രൂപ ബാക്കിയിരിക്കണം. ഈ 3000 രൂപയിൽ നിന്ന് 500 രൂപ, അതായത് മൊത്തം ചിട്ടിയുടെ 5% കമ്പനിയുടെ ഒരു കമ്മീഷനായിട്ട് എടുക്കണം. ബാക്കിയുള്ള 2500 രൂപ 10 പേർക്ക് ഇൻട്രസ്റ്റ് ആയി കൊടുക്കണം. അതായത് ഒരാൾക്ക് 250 രൂപ വെച്ചിട്ട്. പക്ഷെ അതിപ്പോൾ കൊടുക്കില്ല, അടുത്ത മാസത്തെ ചിട്ടിയിൽ നിന്ന് അത് കുറച്ച് കൊടുക്കും. അതായത് 1000 രൂപയിൽ നിന്ന് 250 രൂപ കുറച്ച് 750 രൂപ അടുത്ത മാസം കൊടുത്താൽ മതി. അങ്ങനെ 2ാം മാസമായി എല്ലാവരും 750 രൂപ അടച്ച് വീണ്ടും നമ്മുടെ കമ്പനിയിൽ 10000 രൂപയായി. ഈ പ്രാവശ്യം സി എന്ന കസ്റ്റമർ പറഞ്ഞു ആൾക്കൊരു 6000 രൂപയാണെന്ന്. കമ്പനി 6000 രൂപ സിക്ക് കൊടുത്തു. ബാക്കി കമ്പനിയിൽ ഇപ്പോൾ 4000 രൂപ ഇരിക്കുന്നുണ്ട്. അതിൽ 500 രൂപ കമ്മീഷനായിട്ട് എടുത്ത് ബാക്കി 3500 രൂപ 10 പേർക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുത്തു. അതായത് ഒരാൾക്ക് 350 രൂപ ഇൻട്രസ്റ്റ്. അടുത്ത വട്ടം എല്ലാവരും ഇനി 650 രൂപ ചിട്ടിയിൽ അടച്ചാൽ മതി. ഇങ്ങനെ 10 മാസമായപ്പോൾ ജെയ്ക്ക് 10000 രൂപ കിട്ടി. ഇവിടെ ജെയ്ക്ക് ഈ ഒരു ചിട്ടി ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു. കാരണം ആദ്യത്തെ മാസം 1000, 2ാമത്തെ മാസം 750, 3ാമത്തെ മാസം 650, അങ്ങനെ പല മാസങ്ങളിൽ പല എമൗണ്ട് അടച്ച് അവസാനം 10000 രൂപ കയ്യിൽ കിട്ടി. പക്ഷേ എ എന്ന കസ്റ്റമർക്ക് ഇത് ലോണായിരുന്നു. കാരണം ആദ്യത്തെ മാസം തന്നെ ആൾക്ക് 7000 രൂപ ലോണായി ലഭിച്ചു. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ചിട്ടി എന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് ലോണാണ്. ഇനി നമുക്ക് ചിട്ടിയുടെ ഗുണങ്ങൾ എന്താണെന്ന് നോക്കാം. നമ്പർ 1, സേവിങ്സ്. ഒരു ഫൈനാൻഷ്യൽ അവയർനെസ് ഇല്ലാത്ത ഒരാൾക്ക് ബെസ്റ്റായിട്ട് തുടങ്ങാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് ചിട്ടി. കാരണം എല്ലാ മാസം ചിലവായി പോകേണ്ട പൈസ ആൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. നമ്പർ 2, ലെസ് കൊളാട്രൽ. ഒരു ബാങ്കിൽ ലോൺ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ചോദിക്കുന്ന കൊളാട്രലേക്കാൾ വളരെ കുറവാണ് ഒരു ചിട്ടി കമ്പനിയിൽ ചോദിക്കുന്ന കൊളാട്രൽ. ഇനി എന്തൊക്കെയാണ് ചിട്ടിയുടെ ദോഷങ്ങളെന്ന് ചെക്ക് ചെയ്യാം. നമ്പർ 1, ഇൻട്രസ്റ്റ് റേറ്റ്. ഒരു ബാങ്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ബാങ്ക് ലോൺ ആണെങ്കിലും ബാങ്ക് ഡെപ്പോസിറ്റ് ആണെങ്കിലും നമുക്ക് എത്ര ഇൻട്രസ്റ്റ് വരുമെന്ന് നമുക്ക് നേരത്തെ അറിയാൻ സാധിക്കും. പക്ഷേ ചിട്ടിയിലാണെങ്കിൽ എത്ര ഇൻട്രസ്റ്റ് വരുമെന്ന് എങ്ങനെ വരുമെന്ന് യാതൊരു ഐഡിയ ഇല്ല. നമ്പർ 2, ലെസ് ലിക്വിഡിറ്റി. ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് ഡെപ്പോസിറ്റ് ചെറിയൊരു പെനാൽറ്റി കൊടുത്തിട്ടാണെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ചിട്ടിയാണെങ്കിൽ ഈ മാസം ചിട്ടി കിട്ടിയില്ലെങ്കിൽ അടുത്ത മാസത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. നമ്പർ 3, ഫ്രോഡ്. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പല ചിട്ടി കമ്പനികളുടെ പേരിലും ഫ്രോഡ് നടക്കുന്നുണ്ട്. അതിനൊരു ഉദാഹരണമാണ് കഴിഞ്ഞ നവംബറിൽ മലപ്പുറത്ത് വെച്ച് നടന്ന ഇഷ്യൂ. അപ്പോൾ വീഡിയോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഈ ചിട്ടി എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ അവയർനെസ് ഇല്ലാത്ത ഒരാൾക്ക് പൈസ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ചിട്ടീനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് വല്ല ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഇറ്റ്സ് മീ റോഷൻ സൈനിങ് ഔട്ട്.